ഹരിച്ചേട്ടാ, ഓ നമുക്ക് ഇവരോട് രണ്ടുപേരോട് ഒരു ചോദ്യം ചോദിക്കാം. സൂപ്പർ, എനിക്കത് ഇഷ്ടമായി. ഇവരോട് രണ്ടുപേരോട് മാത്രം ഒരു ചോദ്യം. അങ്ങനെയല്ല, മ്യൂസിക് ഡയറക്ടേഴ്സ് ഷാൻ റഹ്മാൻ ആൻഡ് ശരത് സർ, ഇവർ രണ്ടുപേരും ഇവിടെ ഇരിക്കുമ്പോൾ, മ്യൂസിക് കമ്പോസേഴ്സ് ഇരിക്കുമ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഒരു പാട്ട് ചെയ്യാൻ സമയത്ത് ഇപ്പൊ ഒരു ഡയറക്ടർ നമുക്കൊരു സിറ്റുവേഷൻ തരുമ്പോഴായിരിക്കും പ്രിപ്പറേഷൻ. അതായിരിക്കും പ്രിപ്പറേഷൻ എന്നുള്ളൊരു വാക്കേ ഇവിടെ ഇല്ല. ഞാനിനി പ്രിപ്പറേഷൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കുന്നു. ഒരിക്കലും ഞാൻ പറയില്ല. ശരത് സർ ഇവിടെ ഇനി പ്രിപ്പറേഷൻ പറയാൻ ശരത് സർ ഒരു പാട്ടുണ്ടാക്കുന്നതിന് മുമ്പ് എന്താണ് ആ പ്രിപ്പറേഷൻ? ആദ്യം പോയി കുളിക്കും. ഒരു ഡയറക്ടർ ആ ഒരു സിനിമയുടെ ഒരു കഥ പറയുമ്പോ ആ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. ആ സിറ്റുവേഷൻ അനുസരിച്ചാണല്ലോ പാട്ട് ചെയ്യാം. പക്ഷേ ഇപ്പൊ ഒരു നിങ്ങളുടെ ഓൺ സോങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ജോണർ ഏതാ രണ്ടുപേരുടെയും? അങ്ങനൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ആദ്യം പറയാം, നമ്മുടെ ഒരു മൂഡ് ഇപ്പോൾ ഒരു പാട്ട് അങ്ങോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് ഞാൻ ഏതാണ് എൻ്റെ ഒരു മൂഡ് എങ്ങനെ ആയിരുന്നു അതുപോലെ ഇരിക്കും പാട്ടും. അത് ഞാൻ തീരുമാനിക്കുന്നതാണ്. റൊമാൻറ്റിക് പാട്ടാണെങ്കിൽ റൊമാൻറ്റിക്, അല്ലെങ്കിൽ ഒരു കുത്തുപാട്ടാണെങ്കിൽ കുത്തുപാട്ട്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ. അല്ലാതെ നമുക്കിപ്പോൾ ഒരു ഡയറക്ടർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഡയറക്ടർ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് ഇതാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിന് ഇതിനെന്നിട്ടൊരു പാട്ടുണ്ടാക്കും. ഇപ്പം അങ്ങനെ ഒരു പാട്ടങ്ങ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു പാർവതിയാവെന്ന് പറയുന്നത് ഒരു തല്ലിപ്പൊളി പാട്ടങ്ങ് ഉണ്ടാക്കും. അങ്ങനെ ചുമ്മാ പറഞ്ഞാടാ, ഞാൻ ചുമ്മാ പറഞ്ഞ പാർവതി ഒന്നും പറഞ്ഞാൽ ഉഗ്രം പാട്ടുണ്ടായി തരും. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. അങ്ങനെയല്ല ശരത് സാർ, ഒരു ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ജോണർ ഉണ്ടാവുമല്ലോ ശരത്? അങ്ങനെ ഇല്ലടാ, അങ്ങനെ ഒരു കമ്പോസറിന് എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് അത് എല്ലാം എനിക്ക് ഇഷ്ടമാണ് ആ സമയത്ത്. അത്രേ ഉള്ളൂ. ഇനി ചിലർക്ക് ചില രാഗങ്ങളോട് ഇഷ്ടം ഉണ്ടാവും. അല്ല, എനിക്കിഷ്ടമുള്ള ഒറ്റ രാഗം അനുരാഗമാണ്. അനുരാഗം, പ്രണയം. അനുരാഗത്തിന് അർത്ഥം മനസ്സിലായില്ല. അനുരാഗം യു മീൻ പ്രണയം? ഓഹോ, ശരത് സാറിന്റെ ലവ് മാരേജ് അല്ലേ? ഓഫ് കോഴ്സ്. ആ പ്രണയ കഥ ഞങ്ങളോടൊന്ന് പറ. ഷാന്റെ പ്രണയം പറയട്ടെ ആദ്യം. അപ്പൊ കണ്ടിന്യൂറ്റി ഉണ്ടാവും. എനിക്കൊന്ന് മിക്ക ആർട്ടിസ്റ്റുകളും ലവ് മാരേജ് തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ വിഷയത്തിൽ നമ്മൾ തെന്നി മാറുന്നുണ്ട്. ആദ്യം ഷാനിക്കാണ്. ശരത് സാർ എങ്ങനെ ഇരിക്കുക, ഏതാ പറയാൻ പോണേ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജാസ് മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ ഭയങ്കര ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള സോഫ്റ്റ്, ഇപ്പം നമ്മളിപ്പോൾ അധികം മ്യൂസിക്കിനെ പറ്റി ചിന്തിക്കാത്ത സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ചുമ്മാ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ ജാസ്. ഞാൻ ഇപ്പം ഈ അടുത്തായിട്ട് ഞാൻ കുറേ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്പെസിഫിക് ആർട്ടിസ്റ്റ് ഒന്നൊന്നുമില്ല, ഇൻസ്ട്രുമെൻ്റൽ ജാസ് മ്യൂസിക് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോപ്പർ ജാസ് സോങ് ഉണ്ടാക്കണമെന്ന് എനിക്ക് ഞാൻ ലവ് ആക്ഷൻ ഡ്രാമയുടെ ഒരു ടൈറ്റിൽ സോങ് ഞാനൊന്ന് അറ്റംപ്റ്റ് ചെയ്തു. ഇനി എനിക്കൊരു പ്രോപ്പർ ജാസ് എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ,